ഹൈ ഓൾ വെൽക്കം ബാക്ക് വീഡിയോ. ഇന്ന് നമ്മൾ തോന്നുന്നത് ഐഫോൺ 11 ആണ് കേട്ടോ. ഐഫോൺ 11ന്റെ പ്രശ്നം ലോ ബൂട്ടാണ്. 11 പ്രോ മാക്സിന് കോമൺ ആയിട്ട് വരുന്ന പ്രശ്നമാണ് ഈ ലോ ബൂട്ട്. ഇത് CPU ഡ്രൈ ആയി പോകുന്ന പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് CPU റിമൂവ് ചെയ്യുക, റീഫിക്സ് ചെയ്യുക, അതായത് റീബോൾ ചെയ്യുക, റീഡു CPU. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ A to Z 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എത്ര ടെമ്പറേച്ചറാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് അണ്ടർഫില്ല് കട്ട് ചെയ്യണം, അതായത് CPU ഗമ്മ് കട്ട് ചെയ്യണം. ഗമ്മ് കട്ട് ചെയ്യാൻ 250 ടെമ്പറേച്ചർ 30 എയർ ഫ്ലോ ആണ് യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ക്യുക്കിൻ്റെ 861DW ആണ് മെഷീനറി. കാണണ്ടല്ലോ അല്ലേ? ഓക്കെ, ഒരുപാട് താഴത്ത് കട്ടാക്കി ഇറക്കണ്ട, ഒരു 50% കട്ടാക്കി കേട്ടോ. ഓക്കെ, നിങ്ങൾ CPU പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു അപ്ഡേഷൻ കോഴ്സിന് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളം ഭാഷയിലായിട്ട് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ എനിക്ക് ഇലക്ട്രോണിക്സ്, ബേസിക് ഇലക്ട്രോണിക്സ് നോളജ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, CPU കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. 100% സേഫായ മെത്തേഡിലാണ് എന്ത് ചെയ്യുക ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞുതരാം. So you can try, brothers. Okay, ഇനി നമ്മൾ CPU ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്യുക്കിൻ്റെ 2008 എന്ന മെഷീൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഫ്ലെക്സ് എന്ത് ചെയ്യുക, സൈഡിൽ അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു CPU അല്ലെങ്കിൽ ഒരു തെർമൽ സ്റ്റിക്കർ, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് 2ELൻ്റെ വരുന്നത്. ഈ സാധനം ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് പവർ ഐസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാലോ ഐഫോൺ 11 പവർ ഐസി വെരി ക്ലോസ് ടു CPU. നമ്മൾ CPU ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മേ ബി പവർ ഐസി ബബിൾ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അഗെയിൻ പവർ ഐസി റീബോൾ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാൻസ് ഉണ്ട് പ്രൊട്ടക്റ്റ് ആവാൻ. അതായത് റിസ്ക് വെരി ലെസ് റിസ്ക് ആണ് കേട്ടോ. വിത്തൗട്ട് മൈക്രോസ്കോപ്പാണ് എന്ത് ചെയ്യുക CPU ലിഫ്റ്റ് ചെയ്യുക. അപ്പോൾ മൈക്രോസ്കോപ്പ് വ്യൂ മാറ്റുന്നുണ്ട്.
ഇതിൻ്റെ ടെമ്പറേച്ചർ 480 100 എയർ ഫ്ലോ ആണ് കേട്ടോ. CPU സേഫായി പോകുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ഉണ്ടോ ഈ തെർമൽ ഫാൻ ഇവിടെ ഈ സൈഡിൽ യൂസ് ചെയ്ത സമയത്ത് ഈ ഒരു സാധനം ടെമ്പറേച്ചർ കൺസ്യൂം ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ഉണ്ടോ CPU ൻ്റെ പ്രിന്റ് ഇവിടെ സ്റ്റക്കായി നിന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ പവർ IC ഷോർട്ട് ആയിട്ടില്ല. സോ ഇത് ഭയങ്കര വെർത്താണ്. CPU യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര വെർത്താണ്. ഒരു പാഡ് തന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് നമ്മൾ ഏതൊരു ഐസിയും റിമൂവ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ലോ തിന്നാക്കാന്നുള്ളതാണ്. ലോ തിന്നാക്കുക. അപ്പോൾ അതിന് ചെയ്യണം ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഹീറ്റ് പോണതിന് മുന്നേ തന്നെ, ചൂട് പോണതിന് മുന്നേ തന്നെ ലോ മെൽറ്റ് ആക്കാം. ഫാനിൻ്റെ ചാർജ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബോർഡിൻ്റെ ചൂടിൽ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, മെൽറ്റ്, അതായത് ക്യാച്ച് ചെയ്യും, ലോ തിന്നാവും. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണം. ഇതിപ്പോൾ ബോർഡ് ഓൾറെഡി ഹീറ്റായി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്താവും, ഈ ഒരു ഹീറ്റിനെ വലിച്ചെടുക്കും. ഗൈസ്, ഞാൻ ഈ ഒരു സംഭവം ആക്ച്വലി ഞാനൊരു പുതിയതാണ്, അപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വരും കേട്ടോ സംസാരിക്കുന്ന ഇടയിൽ. അതൊക്കെ ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. ഇവിടെ റെസിസ്റ്റർ ഇളകി പോന്നിട്ടുണ്ട്. ഈ ചെറിയ കമ്പൗണ്ടൊക്കെ ഫിക്സ് ചെയ്യാൻ ഞാൻ ഭയങ്കര ഈസിയാണ്. ഇവിടെ റെസിസ്റ്റർ ഇളകി പോന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് കമ്പൗണ്ടൊക്കെ പോകുന്ന കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര ഈസിയാണ്. കാരണം ആ ഒരു ഇളകി പോകുന്ന റെസിസ്റ്ററോ അല്ലെങ്കിൽ കപ്പാസിറ്ററോ അല്ലെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന കപ്പാസിറ്ററോ റെസിസ്റ്ററോ എന്തോ ആയിക്കോട്ടെ, ഇതാണ് ഈ ഒരു പൊസിഷനല്ലേ, ഇവിടെ അല്ലേ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ലോ മെൽറ്റ് ആക്കാന്നുള്ളതാണ്, ലോ തിന്ന ആക്കാന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. ഞാൻ എന്താക്കി അവിടെ ലോ തിന്നാക്കാണ്. തിന്നോ ലോ ഹൈ വാട്ടവർ, ബട്ട് അവിടെ തിന്നാക്കാണ്. തിന്നാക്കിയതിന് ശേഷം നമ്മൾ റെസിസ്റ്ററോ കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പൗണ്ട് ചെയ്താൽ അത് വെക്കുക. അതിന് ശേഷം ഹീറ്റ് അടിക്കുക. കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, താഴെ തിന്നാക്കൂല, എന്നിട്ട് ഹീറ്റ് അടിക്കും, എന്നിട്ട് ഫെയിലാവും. എല്ലാത്തിനും ഓരോ വഴികളുണ്ട്. ആ വഴികളോട് ചെയ്ത് കഴിഞ്ഞാൽ
പെർഫെക്റ്റ്. കറക്റ്റായി ഇറങ്ങിയിരിക്കും. ഈസി. അതേപോലെ തന്നെ ഇനി ഇവിടെ ചെയ്യാം. വെരി ഈസി. Very easy guys, very easy. Okay. ഇനി ക്ലീൻ ചെയ്യണം. പക്ഷെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, വിക്ക് ഇടുന്ന ക്ലീൻ ചെയ്യാം കേട്ടോ. വിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണത്, വിക്ക് ഇടുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റോസിന് യൂസ് ചെയ്യണം കേട്ടോ. ഹലോ, ഹലോ. ഈ സൈഡിലല്ലേ ചെറിയ ചെറിയ തിന്നൊക്കെ ക്ലീൻ ചെയ്തോണ്ട്, കാരണം CPU ഇരിക്കണ സമയത്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇരിക്കൂല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ബൂട്ടിങ് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൈമറി ഷോട്ടില്ല, അത് പ്രിൻസിപ്പൽ ലൈന് ഷോട്ടില്ല.
ഇനി സെക്കൻഡറി ലൈന് ഷോർട്ട് ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ബോർഡ് ഇസ് ഫൈൻ, ബോർഡ് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. സോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറയുന്നത് ഭയങ്കര വലിയൊരു ബെനിഫിറ്റാണ്. 2ULൻ്റെ ഫീവർ പേസ്റ്റ് അല്ല, ഫീവർ സ്റ്റിക്കറോ എന്തെങ്കിലും ഇങ്ങനെ പറയാം, എൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. ടൂൾ ഫിക്സ് പ്രോ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് CPU ക്ലീൻ ചെയ്യുക. പക്ഷേ CPU ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ DTC ക്യാപ്പ് ഇരിക്കണ ആ ഒരു സ്പേസ് കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. Okay, let's do CPU work. CPU ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും അയണ് ഡയറക്റ്റ് എന്താവാൻ പാടില്ല, CPU ടച്ച് ആവാൻ പാടില്ല. 330 ടെമ്പറേച്ചർ മാക്സിമം. ടെമ്പറേച്ചർ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ CPU-ൽ. എന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ലോത്തിനാക്കുക എല്ലാ ഭാഗത്തും കൂടി ഫാസ്റ്റ്. ഈ വീഡിയോയിൽ എൻ്റെ ടോപ്പ് സീക്രട്ട് ഞാൻ ഇവിടെ റിവീൽ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. റീബോൾ ചെയ്യാല്ലേ, സ്റ്റെൻസിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. 3D സ്റ്റെൻസിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അമ്മോയിൻ്റെ ഈ 3D സ്റ്റെൻസിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് ഇവിടെ അവൈലബിൾ ആണ്, കേരളത്തിലൊക്കെ അവൈലബിൾ ഉണ്ട്. ഞാൻ ഇത് വാങ്ങിയത് പുറത്തുനിന്ന് മലേഷ്യയിൽ നിന്ന് വാങ്ങിയാണ്, പക്ഷേ ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇതിൽ റാം വരുന്നുണ്ട്, CPU വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ആൻഡ് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോണത് 2ULൻ്റെ 130 ആണ് കേട്ടോ. ഞാൻ ഇന്നലെ 183 ഞാൻ ഇന്നലെ യൂസ് ചെയ്തു. ഐ എം സോ ഹാപ്പി. ഫസ്റ്റ് ടൈമാണ് 2ULൻ്റെ തിന്നി യൂസ് ചെയ്യണേ. ഞാൻ ഇത്രയും യൂസ് ചെയ്തതിനെ ഇപ്പോൾ 2ULലേക്ക് മാറി. 2UL ഇത് കുറേ ആയി, പക്ഷേ അവർക്ക് നമ്മൾ വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. തന്നിരിച്ചിട്ട് അതിനിപ്പോൾ അത്ര നല്ലത് പറയാനൊന്നും പറ്റില്ല. നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലത് പറയും, അല്ലെങ്കിൽ മോശമല്ലെന്ന് പറയും. നമുക്കൊരു സാധനം തന്നുകൊണ്ട് അത് ബ്ലൈൻഡായിട്ട് നല്ല സാധനമാണെങ്കിൽ നമ്മൾ നല്ല സാധനം പറയും, മോശമാണെന്നുണ്ടെങ്കിൽ മോശം എന്ന് പറയും. ഓക്കെ, മോശമാണ് ചിലപ്പോൾ മോശം എന്ന് പറയില്ല കേട്ടോ. നോട്ട് റെക്കമെൻഡിങ് എന്ന് പറയാം.
ഞാൻ അതിന്റെ ടോപ്പ് സീക്രട്ട് റിവീൽ ചെയ്യാൻ പറയില്ലേ, ഞാൻ CPU ക്ലീൻ ചെയ്യണത് തിന്നറിലിട്ടാണ് ക്ലീൻ ചെയ്യുക കേട്ടോ. തിന്നറിൽ CPU ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് തിന്നറിലിടും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, അതായത് ഇത് ഏത് കമ്പനി അറിയില്ല, ഇത് MM ടൂൾസ്. ഇത് ഞാൻ പൂനെന്ന് വാങ്ങിയതാണ്. പൂനെന്ന് ഞാൻ വാങ്ങിച്ചതാണ്. പൂനെയിൽ പോയപ്പോൾ MM ടൂൾസിൽ ഡയറക്റ്റ് പോയിട്ട് അവിടുന്ന് വാങ്ങിച്ചാണ് ഈ ബ്രഷ് കൊണ്ടാണ് ക്ലീൻ ചെയ്യുക. പിന്നെ വേറെ ബ്രഷ് വരുന്നുണ്ട്, ഒരു വുഡൻ ബ്രഷ് വരുന്നുണ്ട്. അതാണ് ബെസ്റ്റ് ടൂള്, CPU ക്ലീനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ടൂള് ആ ബ്രഷാണ്. പക്ഷെ അത് എൻ്റെ കയ്യിലില്ല, ഇവിടെ ഈ ഷോപ്പിലില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബ്രഷാണ്. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ഉണ്ട്. ഒരു സൈഡിൽ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മെറ്റീരിയൽ വരിക, ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വരിക. ഇപ്പോൾ തിന്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ CPU ഡാമേജ് ആയി പോകുന്നൊക്കെ ചോദ്യം ഉണ്ടാവും. ഒരു ഡാമേജും വരില്ല. 1 ഡേ ഫുള്ളായിട്ട് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് CPU ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗങ്ങളുള്ളൂ. കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് അടിച്ചിട്ട് പതുക്കെ ക്ലീൻ ചെയ്യാം. CPU മാക്സിമം CPU സേഫ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അതുകൊണ്ടാണ് കൂടുതൽ CPU ഹീറ്റ് അടിക്കാത്തത് കേട്ടോ. 260 ടെമ്പറേച്ചർ. ഷാർപ്പായിട്ടുള്ള ബ്ലേഡൊന്നും ക്ലീൻ ചെയ്യരുതേ, ട്രാക്ക് കട്ടായി പോകും. പതുക്കെ നമ്മളിതിനിങ്ങനെ ഫീൽ ചെയ്ത് ക്ലീൻ ചെയ്താൽ മതി. പിന്നെ അതേപോലെ ഡയറക്റ്റ് CPU എന്ത് ചെയ്യരുത്, ഹീറ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കരുത് ബ്ലോവർ കൊണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മൂവ് ചെയ്യുക, അഗൈൻ ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഹീറ്റ് ഇങ്ങനെ ഡയറക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ CPU ഡാമേജ് ആയി പോകും, ലോ ബൂട്ടിലേക്ക് പോകും. ഓക്കെ, ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഭാഗമുള്ളൂ. നമുക്ക് സ്ട്രാപ്പർ കൊണ്ട് ക്ലീൻ ചെയ്യാം. ഞാൻ കുറച്ചേരം ഹീറ്റ് അടിക്കുന്നു, പിന്നെ റിമൂവ് ചെയ്യുന്നു, കുറച്ചേരം ഹീറ്റ് അടിക്കുന്നു, റിമൂവ് ചെയ്യുന്നു. ഡയറക്റ്റ് ഹീറ്റ് അടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഡാമേജ് ആവും.
സ്ലോലി. നോ റഷ്. ടൈമറൊന്നും വെച്ചിട്ടില്ല. സോ സ്ലോലി. ഓക്കെ. All good. All good. ഇനി അതെ കുറച്ച് നമ്മൾ തിന്നലിട്ടേക്കുക. എന്നിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവും കേട്ടോ. ഞാൻ ഇനി പറഞ്ഞു തരുന്ന ഓരോ കാര്യവും ഞാൻ പേഴ്സണലായിട്ട് ട്രൈ ചെയ്ത് അതിൽ സക്സസ് ആയി ഡേ ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. സോ യു ക്യാൻ ട്രസ്റ്റ് മീ ഗൈസ്. പിന്നെ ലിക്വിഡ് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ. ലൈഫിൻ്റെ RL1000 ലിക്വിഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോർ ക്ലീനിങ് IC, ഫോർ ക്ലീനിങ് മദർ ബോർഡ്, എവറിത്തിങ്. ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷൊക്കെ വരും കേട്ടോ. ബോർഡ് ക്ലീൻ ചെയ്യാൻ. Okay, enough. ഈ സാധനം തന്നെ ക്ലീൻ ചെയ്യണം. ടൈം കൂടുതൽ വെക്കരുത്, ഡ്രൈ ആയി പോകും. പിന്നെ ഇരട്ടീൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പം ചെറിയ ഭാഗങ്ങളൊക്കെ പോകണുണ്ടോ? ഈ ചെറിഞ്ഞ് നോക്കട്ടെ, ചെറിയ സ്പേസ് സാധനം അണ്ടർഫില്ലൊക്കെ ക്ലീൻ ആയി പോകും കണ്ടോ. സി ഗൈസ്, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കോൺസെൻട്രേറ്റ് കഴിയില്ല. ചിലപ്പോൾ പല ആൾക്കാരും പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ടാകും. ചിലപ്പോൾ റഫായിട്ട് റൂഡായിട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഷോപ്പ് റിലേറ്റഡ്, വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ നേരെ നിങ്ങൾ ഷോപ്പിൽ വിളിക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ബെറ്റർ. ഇനി മിസ്സായ പാഡ്സ് ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ മിറർ വ്യൂ ആക്കിയതിന് ശേഷം കേട്ടോ 1 2 3 4 1 2 3 4 4. ഓക്കെ, 4 1V8 S2 ആണ്. അതിൽ തിന്ന് കിടക്കുന്നുണ്ട്, ഷോർട്ടാണെന്നില്ല ചെക്ക് ചെയ്ത് നോക്കണം. 1 2 3 4 5 6 7 8 7 8 9 10 7 8 10 1 2 3 4 5 6 7 7 ഗ്രൗണ്ടാണ്. 8 ഓക്കെ, 10 ഓക്കെ, 10 ഓക്കെ. ഇത് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. ഇത് ജമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഇതിൽ പിന്നെ കണ്ടോ, നമ്മൾ ശരിക്കും ഇങ്ങനെ പ്രിന്റ് പോയാൽ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് UV ഇട്ടിട്ട് മാസ്ക് ചെയ്യണം. മാസ്ക് ചെയ്തതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്യാണ് നിങ്ങൾക്ക്. അങ്ങനെ ആകുമ്പോൾ ഷോർട്ട് ആവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ തിന്നി കിടക്കുമ്പോൾ ചിലപ്പോൾ ഷോർട്ടായിട്ടുണ്ടാവും. ഇത് ഷോർട്ടായിക്കണമെന്നില്ല, നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. ജസ്റ്റ് ഷോർട്ടായിട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഞാൻ UV ഇടുന്നത്.
എന്തായാലും ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ റീബോൾ ചെയ്യുന്നതിന് മുന്നേ അത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ റീബോൾ ചെയ്യുള്ളൂ. ഓക്കെ. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 7 8 7ഉം 8ഉം 1 2 3 4 5 6 7ഉം 8ഉം എട്ടാമത്തെ കണക്ഷന് 1 2 3 നാലാമത്തെ കണക്ഷന്. ഓക്കെ, ഇത് രണ്ടും അടുത്തടുത്തുള്ള കണക്ഷനാണ്. സോ നമുക്ക് അടുത്ത് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. മൾട്ടിമീറ്റർ എടുക്കുക. ഇവിടെ ഒറ്റ ഗ്രൗണ്ട് ബാക്കിച്ചില്ലേ. ഷോർട്ട് 1 2 3 4 5 1 2 3 4 ഷോർട്ടാണ് കേട്ടോ. നമ്മൾ ഷോർട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. പിന്നെ 1v8 S2 മേൽഭാഗത്ത് സെയിം 1 2 3 4 ഷോർട്ടില്ല. ഓക്കെയാണ്. പിന്നെ 10ാമത്തെ കണക്ഷന് 1 2 3 4 5 6 7 8 9 10 10 11 12 ഷോർട്ടില്ല പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ പേര് നോക്കട്ടെ. ഓക്കെ, ഷോർട്ടാണ്. സോ ഈ രണ്ട് കണക്ഷനും നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതായത് 8ാമത്തെ കണക്ഷനും 10ാമത്തെ കണക്ഷനും okay. Let's check now. ഓക്കെ, ഇയാളത് 2 3 ഇത് 4ാമത്തെ കണക്ഷൻ. ഓക്കെ, ഇത് ഓക്കെ ആയിട്ടുണ്ട്, ഇത് ഓക്കെ ആയിട്ടുണ്ട്. ചെറിയൊരു സംശയം, ലോ വാല്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10.
സംതിങ് ഫിഷി. ഓക്കെ ഓക്കെ. കൂടുതൽ പ്രോബ്ലം തരുന്ന ലൈനാണ് ഇത് കേട്ടോ. ഏഴ് മണിയല്ലേ, 38 മിനിറ്റായി. ഓക്കെ, ഇനി റീബോൾ ചെയ്യുക, ഫിക്സ് ചെയ്യുക. ഓക്കെ, പെർഫെക്റ്റ്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഫ്ലക്സ് ഇട്ട് ഒന്നുകൂടി ഒന്ന് ഷൈനിങ് ആക്കുക.
ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പിന്നെ ഇതിൽ കുറച്ച് കമ്പോണൻസ് മിസ്സിങ് ആയ പോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ കമ്പോണൻസ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ 2 3 4 5 ക്യാപ്പാണ്, പ്രശ്നമില്ല. ഓക്കെ, ഇനി ഫിക്സ് ചെയ്യാം കേട്ടോ. എന്ത് ചെയ്യാം, IC ഫിക്സ് ചെയ്യാം. CPU ഫിക്സ് ചെയ്യാം. CPU ഫിക്സ് ചെയ്യാൻ കുറച്ച് ഫ്ലക്സ് ആക്കാം. ഫ്ലക്സ് ആക്കിയതിന് ശേഷം നല്ലൊരു ട്യൂസർ ഇടുക. ഇതൊന്നും വരരുത്, ഇതിൽ തിന്നും കാര്യങ്ങളൊന്നും വരരുത്. അഗെയിൻ ഒന്നും ഉറപ്പ് വരുത്, ഉള്ളിൽ ഒന്നും കുടുങ്ങിയിട്ടില്ല എന്നില്ല. ഈ അണ്ടർഫില്ലിൻ്റെ ചിലപ്പോൾ ചെറിയ ഭാഗങ്ങളൊക്കെ അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്, ഒന്ന് വെക്കിട്ട് ക്ലീൻ ചെയ്യാണ്ട് മൊത്തത്തിൽ. ആദ്യം ഒന്ന് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ലോ തിൻ ആക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, വിക്കിടുക. വിക്കിടുമ്പോൾ റോസിന് യൂസ് ചെയ്യണം ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ സ്കിൻ ഡാമേജസ് വരില്ല, മനസ്സിലായോ? കുറച്ച് റോസിനിടുക. നന്നായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഫ്ലക്സ് ആക്കാം. ഫ്ലക്സ് ആക്കിയതിന് ശേഷം ഒന്ന് എല്ലാ ഭാഗത്തും മെൽറ്റ് ആക്കട്ടോ. ഇതിനകത്തൊന്നും കുടുങ്ങിയില്ല എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പ് വരുത്തണം. കാരണം സംടൈംസ് നമ്മൾ തിന്നോ അല്ലെങ്കിൽ പിന്നെ ഈ എന്താ പറയുക അണ്ടർഫില്ലിൻ്റെ പൊട്ട് വേസ്റ്റൊക്കെ അതിനകത്ത് കുടുങ്ങിയിട്ട് എന്ത് ചെയ്യും, കറക്റ്റ് ഇരിക്കാതെ സിറ്റുവേഷൻ വരാറുണ്ട്. നമ്മൾ വീണ്ടും ലോ പൊട്ടാവുന്ന സമയത്ത് CPU ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ കാണാം അണ്ടർഫില്ല് കുടുങ്ങി കിടക്കണം. അപ്പോൾ അത് ആ സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഫിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചെക്ക് ചെയ്താൽ ഞാൻ ഫിക്സ് ചെയ്യുന്നത് വിത്തൗട്ട് മൈക്രോസ്കോപ്പാണ് കേട്ടോ. 330
30 എയർ ഫ്ലോ. ഓക്കെ, CPU സീറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊന്ന് തണുപ്പിക്കാം. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ഫോൺ വർക്കിംഗ് ആണോ അല്ലേ നല്ലത്, ബാക്ക് ടു ലൈഫ് ആണോ, അതോ ഇസ് ദർ എനി ഇഷ്യൂ ഉണ്ടോ അല്ലെന്നൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്യാം, പറയാൻ കഴിയും. ഡിസ്പ്ലേ ഷോട്ടില്ല. ഗൈസ് ബാക്ക് ടു ലൈഫ് ഫോൺ ഓൺ ആവുന്നുണ്ട്. ഓക്കെ, ടച്ച് സ്ക്രീനും വർക്ക് ആവുന്നുണ്ട്, ഡാറ്റാസും അകത്ത് തന്നെ കേട്ടോ. ഓക്കെ, ഐ എം സോ ഹാപ്പി ഗൈസ്, ഐ എം സോ ഹാപ്പി. ഇനി ഇത് പാക്ക് ചെയ്യണം. അപ്പോൾ iPhone 11, 11 Pro, 11 Pro Maxൽ ഇത് കോമൺ ആയിട്ട് വരുന്ന പ്രശ്നമാണ്, ലോ ബൂട്ടിലേക്ക് പോകും. അത് നമുക്ക് എങ്ങനെ കൺഫേം ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഫോണൊന്ന് ഓൺ ആവും, പിന്നെ തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും പോകും. അപ്പോൾ CPU ഡ്രൈ ആയി പോകുന്നതാണ്. അതിനുള്ള സൊല്യൂഷന് CPU റീഡു CPU എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ്, കമൻസ് ആണ്. എനിക്ക് നിങ്ങൾ എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു അത്രത്തോളം എനിക്ക് വീഡിയോ ചെയ്യാല്ലേ ഒരു സംഗതി കിട്ടും. അപ്പോൾ നല്ല നല്ല കമൻറ്റ്സ് ചെയ്യുക, നെഗറ്റീവ് കമൻസും വന്നോട്ടെ, നോ പ്രോബ്ലം. എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ട്, വീഡിയോയിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് അറിയിക്കട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.